ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027ന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए. ഫ്രാൻസിലെ ഈവിയനിൽ നടക്കുന്ന 52ാമത് G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027ന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ചീഫ് സെക്രട്ടറി എ. ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്. പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ se.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ. ബിജു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് ജൂൺ 16 തൊട്ട് 30 വരെയാണ്. നമ്മുടെ ഫോണിൽ തന്നെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് ജൂലൈ 1 ജൂലൈ 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
സംസ്ഥാനത്താകെ ഇതിനകം 135ഓളം പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേരിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമുസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അവർ സൈൻ ചെയ്താൽ പോലും. കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264-ലും നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലൊവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലൊവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027ന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.